ഹലോ ഫ്രണ്ട്സ്, ആരോടാണ്, ആരുടെയാണ്, ആരോടോ ആണ്, ആരോടാണാവോ, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ നിരന്തരം മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആര് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹു എന്നാണ്, WHO, ഹു. എന്നാൽ പല ആളുകളും ഇത്രയും കാലം വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഹു എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആരെയാണ്, ആരുടെയാണ്, ആരുടെയോ ആണ് എന്നുള്ളതിനൊക്കെ നമ്മൾ ഹു തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, ഇതിനെല്ലാം നമ്മൾ പ്രത്യേകം വാക്കുകളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ആരെയാണ് എന്നതിനെ കുറിച്ചാണ്. ആരെയാണ് നമ്മൾ മലയാളത്തിൽ അല്ലേ, ആരെയാണ് നീ കാത്തിരിക്കുന്നത്, ആരെയാണ് നീ കാത്തിരിക്കുന്നത് അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് പറയുന്നത്? ആരെയാണ് നീ കാത്തിരിക്കുന്നത്? whom do you wait, whom do you wait അല്ലേ, whom do you waiting എന്ന് പറഞ്ഞാൽ ആരെയാണ് നീ കാത്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ആരെയാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നമുക്കിവിടെ കിട്ടി. whom എന്നതാണ് ആരെയാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. whom, WHOM, whom. ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ആരുടെയാണ്. ആരെയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് ആരുടെയാണ് എന്നതിൻ്റെയും ഇംഗ്ലീഷ് കിട്ടണ്ടേ. ആരുടെയാണ് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു വേർഡാണ് ഹൂസ്. ഹൂസ്, ഹൂം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹൂസ്. അപ്പം നമ്മൾ പറയാണ് ആരുടെ കാറാണ് ഇത്, ഇത് ആരുടെ കാറാണ്, ഇത് ആരുടെ വീടാണ്. ഇത്തരത്തിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് ആരുടെ വീടാണെന്ന് എങ്ങനെ ചോദിക്കാം? ഹൂസ് ഹൗസ് ഈസ് ദിസ്, ഹൂസ് ഹൗസ് ഈസ് ദിസ് അല്ലേ. ഒരു ഓളത്തിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, ഹൂസ് ഹൗസ് ഈസ് ദിസ് അല്ലേ. ഇവിടെ ഹൂസ് എന്നുള്ളതാണ് ആരുടെയാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ്. ആരെയാണ്? ഹൂം. ആരുടെയാണ്? ഹൂസ്. ഹൂസ് കാർ ഈസ് ദിസ്, ഇത് ആരുടെ കാറാണ്, ഇത് ആരുടെ കാറാണ്. അപ്പോൾ നമുക്ക് കിട്ടി ആരുടെ, ഹൂസ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ആരുടെയോ ആണ്, ചിലരുടെ ആണ്, ആരോടോ ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ആരോടോ, ചിലരുടെ, ആരുടെയോ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതിന് മൂന്നിനും, ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് someone. someone എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ചിലർ എന്നാണ് അർത്ഥം. someone എന്ന് പറഞ്ഞാൽ ചിലർ എന്നാണ്. ചിലരോട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ someone ഉപയോഗിക്കാറുണ്ട്. ആരോടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ someone ഉപയോഗിക്കാറുണ്ട്. നോക്കാം, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം എങ്ങനെയാണ് ഇത് പറയുന്നത്. ഈ someone എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കളികൾ കളിക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ആരുടെ വീടാണ് എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ നമ്മളതിന് മറുപടി ആയിട്ട് പറയുകയാണെങ്കിൽ ആരുടെയോ വീടാണ്, എനിക്കറിയില്ല, ഇത് ആരുടെ വീടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ആരുടെയോ വീടാണ്. അത്തരത്തിലൊരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരുടെയോ വീടാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? someone's house. someone's house. ആരുടെ കാറാണ്? എനിക്കറിയില്ല. someone's car. ആരുടെയോ കാർ. അപ്പോൾ ആരുടെയോ നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ എങ്ങനെയാണ്? someone's house, ആരുടെയോ വീട്, someone's car, ആരുടെയോ കാർ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒന്നാമതായി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ഉപയോഗം ഇങ്ങനെയാണ്, എനിക്ക് ഒരാളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ചിലരെ കാണാനുണ്ട്. എനിക്ക് ഒരാളെ കാണാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ചിലരെ കാണണം. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? ഐ വാണ്ട് ടു സീ സമ്മൺ, ഐ വാണ്ട് ടു സീ സമ്മൺ. അല്ലെങ്കിൽ എന്താണ്? ഹി വാണ്ട് ടു സീ സമ്മൺ, ഹി വാണ്ട് ടു സീ സമ്മൺ. അയാൾക്ക് ആരെയോ കാണാനുണ്ട്, അയാൾക്ക് ആരെയോ കാണാനുണ്ട്. ഹി വാണ്ട് ടു സീ സമ്മൺ അല്ലേ, അയാൾക്ക് ആരെയോ കാണാൻ. അപ്പോൾ ഇത്തരത്തിൽ പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? someone എന്നാണ് ഉപയോഗിക്കുന്നത്. ഹി വാണ്ട് ടു സീ someone. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ആരോടോ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്. അയാൾ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ആരോടോ പറയുന്നത് കേട്ടു അല്ലേ, ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. ഈ രീതിയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഹി ഈസ് ടോക്കിംഗ് ടു someone, ഹി ഈസ് ടോക്കിംഗ് ടു someone. അയാൾ ആരോടോ സംസാരിക്കുന്നു. ദേ ആർ ടോക്കിംഗ് ടു സമ്മൺ, അവർ ആരോടോ സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകളുടെ ഇംഗ്ലീഷാണ് ഇവിടെ കിട്ടിയത്. ആരുടെയോ കിട്ടി, ആരോടോ എന്ന് പറയാൻ പഠിച്ചു, ആരെയോ എന്ന് പറയാൻ പഠിച്ചു,
ആരുടെയാണ് എന്ന് ചോദിക്കാം, ആരുടെയോ ചോദിക്കാൻ പഠിച്ചു. ഓക്കെ, ഇത്തരത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് ടൈം മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് അതേ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരുപാട് വാക്കുകൾ ഇനിയും കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും വാക്കുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വാക്കുകൾ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.